ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂറ്റിയേ. സ്വർണം കണ്ടവനാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. ലോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. വളരെ വേഗം ശ്രദ്ധയാകർഷിക്കുകയും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്ത പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ എന്ന പാടി ഗാനത്തിനെതിരെ ഇടതുപക്ഷവും ഇടതുപക്ഷ അനുകൂലികളും പരാതിയുമായി പുറപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പാട്ടിനെതിരെ ആദ്യം കേസ് നൽകുന്നത് തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കൂഴിക്കാലയാണ്. അദ്ദേഹം DGP റവാഡ ചന്ദ്രശേഖരനായിരുന്നു പരാതി നൽകിയതെന്ന് പറയുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ CPM-ഉം പാട്ടിനെതിരെ രംഗത്തെത്തി. പ്രസ്തുത ഗാനം മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണെന്ന് ആരോപിച്ചാണ് CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിട്ടുള്ളത്. ഹിന്ദുമത വിശ്വാസികളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് ഈ പാട്ട് എന്ന് പറഞ്ഞ് കേസിന് പോകുന്ന ഇതേ ഇടതുപക്ഷമാണ് വിശ്വാസ സമൂഹത്തിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുന്ന രൂപത്തിൽ ശബരിമലയിലേക്ക് അവിടുത്തെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളെയും കാറ്റിൽ പറത്തി സ്ത്രീകളെ കൊണ്ടുവരാൻ, അതുവഴി ഹിന്ദു വിശ്വാസത്തിൽ മായം ചേർക്കാനുമുള്ള കുടിലതന്ത്രങ്ങൾ മുഴുവൻ പുറത്തെടുത്തത്. അന്ന് നിരീശ്വരവാദികളായ അമ്മിണിമാരെയും രഹ്ന ഫാത്തിമമാരെയും കളത്തിലിറക്കിയതിനെതിരെ നിശിതമായ വിമർശനം നാനാ തുറകളിൽ നിന്നുണ്ടാവുകയും വിശ്വാസികൾ പ്രതിഷേധത്തിന്റെ തീപ്പന്തങ്ങളായി മാറിയതും നമ്മൾ കണ്ടതാണ്. ആ ഇടതുപക്ഷമാണ് സ്വാമിയെ അയ്യപ്പ എന്നീ ഭക്തഗാനത്തിന്റെ ഇനത്തിൽ ഒരു പാരഡി ഗാനം ഇറക്കിയതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ പാരഡി ഗാനം വിശ്വാസ സമൂഹത്തിന്റെ വികാരം വ്രണപ്പെടുത്തുന്നു എന്ന കണ്ടെത്തലാണ് ഇടതുപക്ഷത്തിന്. ഒരു വിശ്വാസവുമില്ലാതെ എല്ലാ മതങ്ങളെയും കൊഞ്ഞനം കുത്തുന്ന ഒരു പാർട്ടി, അവരാണ് വിശ്വാസികൾക്ക് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത്, മറിച്ച് അയ്യപ്പ ഭക്തരല്ല. എന്നാൽ ഹിന്ദു മതത്തിന്റെ വിശ്വാസം വ്രണപ്പെടുത്തുമ്പോൾ മാത്രമേ ഇടതുപക്ഷത്തിന് കുരുപൊട്ടുകയുള്ളൂ എന്നൊരു ചോദ്യമുണ്ട്. മുസ്ലിം മതവിശ്വാസികളുടെ വികാരം വ്രണപ്പെടുമ്പോൾ കുരുപൊട്ടാത്തത് എന്തേ നിങ്ങൾക്ക്? ഞാൻ കാണിച്ചു തരാം മുസ്ലിം ജനതയെ മാന്തി മുറിവേൽപ്പിക്കുന്ന വീഡിയോ, മുസ്ലിം ജനതയുടെ വിശ്വാസത്തെ തെറിവിളിക്കുന്ന വീഡിയോ. ഇത് മുസ്ലിങ്ങൾ പവിത്രതയോടെ 5 നേരവും ഉരുവിടുന്ന ഒന്നാണ്. നമസ്കാരത്തിലേക്ക് വിശ്വാസികളെ ക്ഷണിക്കുന്ന ബാങ്ക്, ആ ബാങ്കിന്റെ പാരഡിയാണിത്. ആ ബാങ്കിൽ പടച്ചറബിന്റെ സ്ഥാനം ഡിങ്കിന് നൽകിയിരിക്കുന്നു, പ്രവാചകന്റെ സ്ഥാനം മീട്ടുമുയലിന് നൽകിയിരിക്കുന്നു, ക്ഷണിക്കുന്നത് നിരീശ്വരവാദത്തിലേക്ക്. അങ്ങനെ മുസ്ലിങ്ങളുടെ ബാങ്കിനെ ആകെ വികൃതമാക്കിയിരിക്കുന്ന തെമ്മാടിയായ ആരിഫ് ഹുസൈൻ സ്വന്തം ഉമ്മയുടെ വയറ് കാണിച്ച ഫോട്ടോയും മറ്റും എൻ്റെ കയ്യിലുണ്ട്, വല്ലാതെ കളിച്ചാൽ ഞാൻ ജന്മം നൽകിയ ഉമ്മയെ വരെ ഞാൻ പൊതുജന മധ്യത്തിൽ നാറ്റിക്കുമെന്ന് പറയുന്ന ഒരു വീഡിയോ ആരിഫ് ഹുസൈൻ്റെതായി ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊരു ആഭാസൻ മുസ്ലിം മതത്തിന്റെ വിശ്വാസത്തെ പിച്ചു ചീന്തുമ്പോൾ അത് ഇടതുപക്ഷ പ്രസ്ഥാനക്കാർ കണ്ടില്ലെന്ന് നടിച്ചതോ? അതോ ഇടതു പ്രസ്ഥാനങ്ങളിൽ മാപ്പിള കമ്മികൾ ആരും തന്നെ ഇല്ലേ അതിനെതിരെ ശബ്ദിക്കാൻ? ഞങ്ങൾ മുസ്ലിങ്ങളുടെ വികാരം വ്രണപ്പെടുന്നു എന്ന് പറയാൻ? അതിനെതിരെ ആരിഫ് ഹുസൈനെതിരെ പരാതി നൽകിയിട്ടും ഇന്ന് വരെയും ഒരു കേസും എടുത്തത് കണ്ടിട്ടില്ല. ഇന്നും ആ ഡിങ്കൻ ബാങ്ക് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതെന്താ സഖാക്കളെ, മുസ്ലിം മതം ഒരു മതമല്ലേ? അവർക്കാർക്കും ഒരു വികാരവുമില്ലേ? ഉത്തരം പറയേണ്ടത് മാപ്പിള കമ്മികളാണ്. ഇതൊന്നുമല്ല, ഒരു മതവിശ്വാസവും ഈ പോറ്റിപ്പാട്ടിൽ വ്രണപ്പെടുന്നില്ല, ഒരു ദൈവത്തെയോ അത് ആക്ഷേപിക്കുന്നില്ല. നമുക്ക് ആ പാട്ട് കേട്ട്
തിരിച്ചു വരാം. സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂറ്റിയേ. സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. ലോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. ലോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. പോറ്റിയേ കേറ്റിയേ, സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂറ്റിയേ. ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ മലകേറ്റി, അകവും കുറവും കൊള്ളയടിക്കാൻ നിയമിച്ചുള്ളത് ഒരു പോറ്റി. ഈ പാട്ടിൽ എവിടെയാണ് മതനിന്ദ? ഈ പാട്ടിൽ എവിടെയാണ് അയ്യപ്പനെയോ സ്വാമിമാരെയോ കളിയാക്കുന്നത്? ഇവിടെ പച്ചയായ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് അയ്യപ്പനോട് വിലപിക്കുകയാണ് ചെയ്യുന്നത്. അയ്യപ്പന്റെ മുതൽ അപഹരിച്ചത് ഞങ്ങളല്ല എന്നും അത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണെന്ന സത്യം വിളിച്ചു പറയുകയുമാണ് ഈ പാട്ടിലൂടെ ചെയ്തത്. ഒരു സത്യം സത്യമായി പറഞ്ഞാൽ അതെങ്ങനെയാണ് ഹിന്ദുമതത്തെ വ്രണപ്പെടുത്തലാകും? ഒരു അയ്യപ്പ ഭക്തനും അതിനെതിരെ ശബ്ദിക്കില്ല, അവരതിനെ സ്വീകരിക്കുകയേ ചെയ്തിട്ടുള്ളൂ. കാരണം ആ പാട്ട് ഉണ്ടായ ഒരു സത്യം വിളിച്ചു പറയുകയേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഇതിനേക്കാൾ മോശം ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനിറക്കിയ പാട്ടല്ലേ? കേട്ടു നോക്കാം അതും. ചരിത്രം മാറ്റാൻ ഒരിക്കലും ആവില്ലല്ലോ. പൈസ കൊടുത്തത് ആരപ്പ? KMCC ആണപ്പ. മൂരികളാണേ ആണപ്പ. പൈസ കൊടുത്തത് ആരപ്പ? KMCC ആണപ്പ. ഈ പാട്ടിൽ അയ്യപ്പ സ്വാമിയെ എന്ന് പറയുന്നിടത്ത് കുറുക്കനെ നായിയെ എന്നാണ് പറയുന്നത്. ആളുകൾക്ക് പറഞ്ഞുകൂടെ അയ്യപ്പനെ നായയായിട്ടാണ് ഈ പാട്ടിൽ ചിത്രീകരിക്കുന്നതെന്ന്? ആ നിലയ്ക്ക് ഇതല്ലേ കൂടുതൽ വിശ്വസ്ത വ്രണപ്പെടുത്തുന്നത്? ഇനി കലാഭവൻ മണിയും നാദിർഷയും പാടുന്നൊരു പാട്ടുണ്ട്, അതും കൈരളി ചാനൽ, അതും കേൾക്കാം നമുക്ക്. മന്ത്രിക്കേറെ സ്പീഡിൽ പോണം, മന്ത്രിക്കാറ് ഫ്ലൈറ്റിന് തുല്യം. മന്ത്രിയെ പയ്യപ്പോ കാറിൽ കയറി പയ്യപ്പോ. മന്ത്രിക്കേറെ സ്പീഡിൽ പോണം, മന്ത്രിക്കാറ് ഫ്ലൈറ്റിന് തുല്യം. മന്ത്രിയെ പയ്യപ്പോ, മന്ത്രി സ്വൽപ്പം പയ്യപ്പോ. മന്ത്രിയെ പയ്യപ്പോ, കാറിൽ കയറി പയ്യപ്പോ. സ്റ്റേറ്റിലും ഗൾഫിലും ഓസിലെ ദിവസവും ടൂറിന് പോകണ മന്ത്രിക്ക്. സ്റ്റേറ്റിലെ കാറിനെ വെല്ലണ സ്പീഡിൽ ഇതുവഴി പോകാൻ തോന്നുമ്പോ പലരും മരിക്കും, പലതും നശിക്കും, ഇടയ്ക്കിടെ ചിലരുടെ കാലൊടിയും. മന്ത്രിക്കൊപ്പം കൂടെ പോണ പോലീസിന്റെ തെറികെട്ട കൊടുങ്ങല്ലൂരമ്മ പോലും ഓടിയൊളിക്കും. ഈ പാട്ടിൽ അയ്യപ്പനെയാണ് പറയുന്നതെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകും. അപ്പോൾ ഈ പാട്ടും വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്നതല്ലേ? ഇനി ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് യാ റസൂലുള്ളാ എന്ന് സ്വാമി അയ്യപ്പോ എന്ന രീതിയിൽ ഒരു പാട്ടുണ്ട്. അതും ഹിന്ദു വികാരത്തെ കളിയാക്കുകയോ വ്രണപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്നതാവണ്ടേ? ആ പാട്ടിനെതിരെയും കേസ് വേണ്ടേ? അപ്പോൾ ഇവിടെ അതൊന്നുമല്ല വിഷയം. ഈ പോറ്റിപ്പാട്ട് വ്രണപ്പെടുത്തിയത് ഇടതുപക്ഷ വിശ്വാസികളുടെ വിശ്വാസത്തെയാണ്. അവർക്കാണ് കുരുപൊട്ടുന്നത്. വിശ്വാസ സമൂഹം ആ പാട്ട് ഏറ്റെടുത്തതിൽ തകർന്നു പോയത് ഇടതുപക്ഷത്തോടുള്ള ജനങ്ങളുടെ വിശ്വാസമാണ്. അതിലാണ് കേരളത്തിലെ ചെങ്കോട്ടുകൾക്ക് വിള്ളലുണ്ടായതും കപ്പിത്താനും കപ്പലും ഒന്നിച്ചു മുങ്ങിയതും. ഈ പാട്ടിന്റെ ഓളം അലമുറിയാതെ കുതിച്ചുയർന്നുകൊണ്ടിരുന്നാൽ അത് വരുന്ന അസംബ്ലി ഇലക്ഷനിലും വലിയ സുനാമിയായി മാറുമെന്ന് ഇടതു സർക്കാരിനറിയാം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് എത്തുന്നതിന് മുമ്പ് ആ പാട്ട് മായ്ക്കപ്പെടണം, സോഷ്യൽ മീഡിയയിൽ നിന്ന് മാഞ്ഞു പോകണം. അതിനുള്ള യുദ്ധമാണിപ്പോൾ. പക്ഷേ നിങ്ങൾ എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും അത് കൂടുതൽ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ജനങ്ങൾ നെഞ്ചിലേറ്റിയത് അതിൻ്റെ ഈണത്തെ മാത്രമല്ല, ആ വരികളിൽ നിറഞ്ഞു നിൽക്കുന്ന സത്യത്തെയാണ്. ആ സത്യം വിളിച്ചു പറയുന്നതാണ് ഇടതുപക്ഷം ഏറെ ഭയപ്പെടുന്നത്.